എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലെയും സ്ഥിതിഗതികളെക്കുറിച്ചാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളൊരു വലിയൊരു പ്രോബ്ലം അവിടുത്തെ ഭരണ പ്രക്രിയയാണ്. അവിടുത്തെ ഭരണം ഏത് രീതിയിലും പട്ടാളം അതായത് മുനീർ പിടിച്ചെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിന് ഒത്താശ ചെയ്യുന്നതാകട്ടെ അമേരിക്കയും. അമേരിക്കയ്ക്ക് ഇന്ത്യയെ ചൊറിയണം. ഇന്ത്യയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ അസൂയാലുക്കളായി മാറിയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയാണ്. അതായത് ഇരട്ടത്താപ്പ് നയം. പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒന്നിച്ചു നിർത്തി ഇന്ത്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക, അതിലൂടെ ഇന്ത്യയുടെ വളർച്ചയെ മുരടിപ്പിക്കുക, ഇത് രണ്ടും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ തന്നെ എന്തോ അതിർത്തിയിൽ കുറേ ഗിമിക്സൊക്കെ പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാവം പാകിസ്ഥാനികളെ പട്ടിണിക്കിട്ട് നശിപ്പിച്ച് തകർക്കാൻ വേണ്ടിയാണ് ഈ പട്ടാള മേധാവിയും പട്ടാളക്കാരെയും ശ്രമിക്കുന്നതെന്ന് ആ പാവപ്പെട്ട ജനങ്ങൾക്കറിയില്ല. അവർ ആകെ ഇവരെ പറഞ്ഞു ധരിപ്പിക്കുന്നത് ഹിന്ദുസ്ഥാനിൽ മുസ്ലിമുകളെ മൊത്തം ഉന്മൂലനം ചെയ്യുന്നു, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവരെ നമ്മൾ രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യണം. പാവം ഈ മുസ്ലിംസ് എന്നുള്ളൊരു പേര് ഉപയോഗിച്ചാൽ, മതത്തിൻ്റെ പേരുപയോഗിച്ചാൽ അത് ശരിയും തെറ്റും നോക്കാതെ ഇവർ പറയുന്നത് ശരിയാണെന്നുള്ള ധാരണയിൽ ഇവരും അനങ്ങാതിരിക്കാം. ഇതിൻ്റെ അവസാനം അവർക്ക് ആഹാരവും കിടപ്പാടവും വൈദ്യുതിയും വെള്ളവും ഒക്കെ നഷ്ടപ്പെട്ട് തെരുവിലിരുന്നവന്മാരെ തിരിച്ച് പിശിച്ചെന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് പട്ടാളക്കാർക്കറിയാം. അതിനു മുമ്പ് തന്നെ പട്ടാള മേധാവികൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർക്ക് സമ്പാദിച്ച് അവർ വിദേശങ്ങളിൽ എവിടെയെങ്കിലും അങ്ങോട്ട് സെറ്റിലാകും. പാവം തെണ്ടിത്തിരിയുന്നത് ഈ ജനങ്ങളായിരിക്കും. ഇപ്പോൾ ബംഗ്ലാദേശ് യൂണിസ് നടത്തുന്നത് തന്നെ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയും ആകപ്പാട് തകിടം പറഞ്ഞു. ഒരു നല്ലൊരു ഭരണം അവിടെ ഇല്ല. ആകെ ഏതെല്ലാം രീതിയിൽ അസ്ഥിരത ചെയ്യാമോ അതെല്ലാം അവിടെ കാട്ടിക്കൂട്ടുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, വളരെ ശക്തിയുള്ള രാജ്യം, എല്ലാ രീതിയിലും വെൽ ഡെവലപ്പായ ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ അവർ ഈ കാട്ടിക്കൂട്ടുന്ന ഇരട്ടത്താപ്പ് നയം വിശ്വസിക്കുന്നതിലും അപ്പുറമാണ്. അവർക്ക് ആയുധ കച്ചവടം നൽകുക, പലതും. അവർക്കിപ്പോൾ ഇന്ത്യയെ ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇന്ത്യ വളർന്നു കഴിഞ്ഞെന്ന് അവർ വിശ്വസിക്കുന്നു. നല്ലതാണ്, നമ്മൾ വളരണമല്ലോ. എന്നാൽ ഇവരൊന്നും വിചാരിക്കുന്നില്ല. ഇവർ ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു മണിക്കൂറിൽ കൈവരിക്കുന്ന നേട്ടങ്ങൾ അത് പാകിസ്ഥാനും ബംഗ്ലാദേശിനും കൈവരിക്കണമെങ്കിൽ നമ്മുടെ ഒരു മണിക്കൂർ അവർക്ക് കുറഞ്ഞത് 25 വർഷം വേണ്ടി വരും. അത്ര സമയമെടുക്കും. കാര്യം അത്രയ്ക്ക് മോശമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉള്ളത്. പട്ടിണിപ്പാവങ്ങളാണ്, യാതൊന്നുമില്ല അവർക്ക്. അപ്പോൾ അവർക്ക് ഡിഫൻസ് പരമായോ വാണിജ്യപരമായോ ഈ കൾട്ടിവേഷൻ മൂലമോ അത്ര കൊണ്ടൊന്നും അവർക്ക് ഇപ്പോൾ ഉയരാൻ സാധിക്കാത്ത ഒരു ലെവലിൽ എത്തിയിരിക്കുകയാണ്. പല സാധനങ്ങൾക്കും അവിടെ അവിടെ ആഹാര സാധനങ്ങൾ വരെ ലഭ്യമല്ല. ഇനി ലഭ്യമുള്ള സാധനങ്ങൾ വല്ലാത്ത വിലക്കയറ്റവുമാണ്. ഇനി ഈ അസീം മുനീർ എന്ന് പറഞ്ഞ ആ പിശാജ് ഇതിനെല്ലാം മുതലെടുത്ത് അവനെ സർവ സൈന്യാധിപനായി അവനവിടെ ഒന്ന് ഷൈൻ ചെയ്യണം. കാര്യം അവിടത്തുള്ള ചരിത്രത്തിൽ, പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ എപ്പോഴും അറ്റ് ദ എൻഡ് പട്ടാള മേധാവിയാണ് പ്രസിഡൻ്റാകുന്നത്. അതവൻ്റെ അവസാനമാണ്. പക്ഷേ ഈ പാകിസ്ഥാനികൾ ഇതിനെക്കുറിച്ച് അവരൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് 2 സലാം മാലിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവർ അത് തന്നെയാണ്. ആ പേരും പറഞ്ഞ് ഈ പാവം പിടിച്ച മനുഷ്യനെ പറ്റിച്ച് അവരില്ലാതാക്കി അമേരിക്കയും ഈ ചൈനയും പോലുള്ള രാജ്യങ്ങളുടെ
അഭിപ്രായമനുസരിച്ച് ഇന്ത്യക്ക് എതിരായി പോരാടുക. ഇതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം. അതായത് ചൈന എന്താണ് ചെയ്യുന്നോ അത് തന്നെയാണ് അമേരിക്കയും ചെയ്യുന്നത്. ഈ ചൈനയും അമേരിക്കയും പോളിസി അനുസരിച്ച് അവരുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒന്നാണ്, പക്ഷേ രണ്ട് രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഈ അമേരിക്കയുടെ ഈ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവർ എന്ത് തന്നെയായിരുന്നാലും അത്ര ഈസിയായിട്ട് ഈ അമേരിക്ക വിചാരിക്കുന്ന കണക്ക് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി മറഞ്ഞ കാലം. കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഈ ക്ലിൻ്റനും ഐസനോവറും മറ്റേ വോളിക്കോൾ ഈ പഴയ പ്രസിഡന്റുമാർ പലരും ഉണ്ടായിരുന്നല്ലോ, ബുഷ്, ഇവരുടെ കാലങ്ങളിൽ ഉണ്ടായ രാജ്യങ്ങളെല്ലാം അന്നത്തെ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ശക്തി അത്ര ചെറുതൊന്നുമില്ല. ഏത് ലോകത്തിനെ കിടപിടിപ്പിക്കുന്ന രീതിയിലുള്ള അത് വെപ്പൺസ് ആയിരുന്നാലും IT മേഖലയായിരുന്നാലും കാർഷിക മേഖല ആയിരുന്നാലും ഏത് മേഖലയായിരുന്നാലും ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത്. അമേരിക്ക ഇല്ലെങ്കിൽ ഇന്ത്യ വളരും. ഇന്ത്യക്ക് പരസഹായമില്ലാതെ എന്തും ചെയ്യാം. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇന്ത്യ വലുതായിട്ടൊന്നും തളർത്തില്ല. നമുക്ക് തന്നെ അറിയാം, ഈ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന സമയം സാമ്പത്തികമായി ഒത്തിരി തകർന്ന് തരിപ്പണമായപ്പോഴും നമ്മുടെ ഇന്ത്യ തളർന്നില്ല. അന്നും നമ്മുടെ ഇന്ത്യ സ്റ്റഡിയായി തന്നെയായിരുന്നു നിന്നിരുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ സത്യമായിട്ട് നാം അത് അനുഭവിച്ചറിഞ്ഞതാണ്. ഇനി കോവിഡ് കാലത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിട്ട്, പക്ഷേ എങ്കിൽ തന്നെയും പല കാര്യങ്ങളിലും നമ്മൾ അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. സോ ഒരുങ്ങിയിരിക്കുക. എപ്പോഴും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് അമേരിക്കയുടെ തന്ത്രങ്ങളിൽപ്പെട്ട് നമ്മളെ ചൊറിയാൻ വരും. തീർച്ചയായിട്ടും അവർ വരും. എന്ത് ചൊറിഞ്ഞാലും ഇന്ത്യക്ക് അതൊന്നും ഏൽക്കാൻ പോണില്ല. നാശം അവർക്ക് തന്നെയായിരിക്കും. ട്രംപ് ഇരിക്കുന്ന അമേരിക്കയല്ല, ഇവരിരിക്കുന്ന നമ്മുടെ നെയ്ബേഴ്സായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് വളരെ അടുത്താണ്, അവർക്കും വളരെ അടുത്താണ്, നമുക്കും അടുത്താണ്. പക്ഷേ അത് അവസാനം ആരാ അനുഭവിക്കാൻ പോകണമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായിരുന്നാലും അവർ ഒരു സാഹസത്തിന് മുതിരാതിരുന്നാൽ അവർക്ക് നല്ലത്. അല്ല, സാഹസത്തിന് മുതിർന്നാൽ അവരുടെ സർവനാശമായിരിക്കും. ഇനി ഈ ബലാക്കോട്ടും മറ്റേ പഹൽഗാമിലും നടന്നതായിരിക്കില്ല കളി കുറച്ച് കടുത്തതായിരിക്കും. അപ്പോൾ നമുക്ക് സിവിലിയൻസിനെയൊക്കെ കുറിച്ചൊന്നും നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം ഈ സിവിലിയൻസ് ഫൂളായതുകൊണ്ടാണല്ലോ ഈ അമേരിക്കയും ഈ സ്വച്ഛാധിപതികളും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് കാത്തിരിക്കാം. ഏത് നിമിഷവും പൊട്ടലും ചീറ്റലും ഉണ്ടാകും, നമ്മളെ ബാധിക്കില്ല. ബട്ട് വി ഹാവ് ടു ബി അലേർട്ട്. ഇത് എല്ലാവരുടെ എല്ലാ ഇന്ത്യൻസിനും ഒരു ഓർമ്മയുണ്ടായിരിക്കണം. നമുക്കേത് സമയത്തും നമ്മളെ ചൊറിയാൻ ഈ രണ്ട് രാജ്യക്കാരും വന്നേക്കാം. നാം വരാൻ ആഗ്രഹിക്കുന്നില്ല, നാം അങ്ങോട്ട് പോകാനും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളെ ചൊറിയാൻ വന്നാൽ തിരിച്ചങ്ങോട്ട് മാന്തൽ നമ്മൾ തന്നെ നടത്തും. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.